ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മോളെ, എന്താ അതിൽ എഴുതിയിരിക്കുന്നേ? എന്നാ പിന്നെ ആ തോമസിനോട് കള കാശും തന്നേക്കോ, ഞാൻ കൊടുത്തേക്കാം. അതെന്തായാലും നന്നായി. ഇത് നമ്മുടെ ബിസിനസിന്റെ 2ാം വരവല്ലേ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വേണ്ടുവോളം നമുക്കുണ്ടാവും. ഞാൻ ആ പൈസ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഒടുവിൽ നീ അങ്ങനെ തീരുമാനത്തിലെത്തിയല്ലേ? ഒന്നേന്ന് തുടങ്ങണം. പഴയ കുറ്റികളെ ഒന്ന് തപ്പിയെടുക്കണം. സത്യഭാമി മകൻ വിഷ്ണു ഫീൽഡിൽ തിരിച്ചു വന്നു എന്ന് അറിയിക്കേണ്ടവരെയൊക്കെ ഒന്ന് അറിയിക്കണം. അങ്ങനെ ജോലി ഒത്തിരിയുണ്ട്. നാട്ടിൽ പുലി ഇറങ്ങിയ പുലിയെ കണ്ട് പേടിക്കുന്നവരാണ് പുലിയെ പുലിയാക്കുന്നത്. അതുപോലെ തോമസിനാണ് പണം നൽകുന്നതെങ്കിലും ഒരുപാട് തോമസുമാരറിയണം നമ്മൾ വീണ്ടും കളത്തിലിറങ്ങിയെന്ന്. നീ പഴയതിലും ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് അറിയേണ്ടവരൊക്കെ അറിയണം. ദയാദാക്ഷിണ്യം ഇല്ലെന്നും മനസ്സിലാക്കണം. അവരത് ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മൾക്കിവിടെ വിജയിക്കാൻ പറ്റൂ. ഒരിക്കൽ ആയുധം വെച്ച് കീഴടങ്ങിയവര് എന്നും ബലം നഷ്ടപ്പെട്ടു പോയെന്നും ബലക്ഷയം സംഭവിച്ചു പോയെന്നും നമ്മുടെ കക്ഷികൾക്ക് തോന്നരുത്. എനിക്കറിയാം നിനക്കിതൊന്നും പറഞ്ഞു തരണ്ടാന്ന്. പക്ഷേ എല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഒരിക്കലും മറക്കാതിരിക്കാൻ. എല്ലാം ഓർമ്മയുണ്ട്. അങ്ങനെയൊന്നും മറക്കുന്നവനല്ലേ വിഷ്ണു. എല്ലാം നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. മോളെ, നീ ഇതുവരെ റെഡിയായില്ലേ? അച്ഛൻ ദേ റെഡിയായി പുറത്തു വന്ന് നിൽക്കുക. അല്ലെങ്കിൽ ഇത് പണ്ടേ ഉള്ള പരിപാടിയാ. എവിടെയെങ്കിലും പോണോന്ന് പറഞ്ഞ നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി വന്ന് നിൽക്കും. പിന്നെ നമ്മളെ ഒന്നിനും സമ്മതിക്കില്ല. നോക്കട്ടെ, ഡീ ഒരു പൊട്ടും കൂടെ ഒന്ന് തൊട്ടൂടെ? കുറെ നാളുകൾക്ക് ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നല്ലേ, ഒന്നൊരുങ്ങി തന്നെ പോകുന്നതാ നല്ലത്. എഴുന്നേറ്റ് വാ. അമ്മേ, ഇത് വേണോ? അവരുമായിട്ട് എനിക്ക് അവിടെ യോജിച്ച് നിൽക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശരിയാക്കാൻ നിന്റെ അച്ഛനെ ഏറ്റിരിക്കല്ലേ. നിനക്കവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് തരുന്നത് നിന്റെ അച്ഛൻ തന്നെയാ. എന്നെ അവര് കൊല്ലാക്കൊല ചെയ്തപ്പോഴും മുഴു ഭ്രാന്തിയാക്കാൻ വേണ്ടി മെന്റൽ ഹോസ്പിറ്റലിൽ തള്ളിയപ്പോഴും കൂടെ നിന്ന് രക്ഷിച്ച ഒരാളുണ്ട്, ശാലിനി. പോകുന്ന കാര്യം അവളോടെങ്കിലും ഒന്ന് പറയണ്ടേ? നിന്നെ കൊണ്ട് ആക്കിയതിനു ശേഷം പറയാന്ന അച്ഛൻ പറയുന്നത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കണം മോളെ. നീ ചെറുപ്പാ, ജീവിതം ഇനി ഒത്തിരി ബാക്കി കിടപ്പുണ്ട്. ഈ വീട്ടിൽ നിന്ന് ജീവിതം ജീവിച്ച് തീർക്കേണ്ടവളല്ല നീ. നിന്റെ കുഞ്ഞ് വളരേണ്ടതും ആ വീട്ടിലാ, രാജീവിന്റെ വീട്ടില്. എന്നാലേ നിനക്കും ആ കുഞ്ഞിനും ആ വീട്ടില് സ്ഥാനം ഉണ്ടാവും.
നിങ്ങളിവിടെ എന്തെടുത്തിരിക്കുക? ഇറങ്ങണ്ടേ? സമയായി. ദാ ദാ അവിടെ കിടന്ന് വിളി തുടങ്ങി. ഇനിയിപ്പൊ ഇരിക്കാനും നിക്കാനും സമ്മതിക്കൂല. നീ വന്നേ. ശാരദേ, ആ ദാ വരുന്നു ഗോപാലേട്ടാ. ദാ ഷോൾ എടുത്തിട്ട് വേഗം വാ. ആ അതുങ്ങളാ ശാരദേ, കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം. ആദ്യം ഞാൻ സംസാരിക്കുന്നത് മര്യാദയുടെ ഭാഷയിലായിരിക്കും. അതിലവർ വീണില്ലെങ്കിൽ ഞാൻ എൻ്റെ തനി സ്വഭാവം എടുക്കും. അപ്പൊ ആ സമയത്ത് അതും ഇതും പറഞ്ഞു വന്നേക്കരുത്. അതെ, നമ്മള് നമ്മുടെ മോളെ എന്നേക്കുമായി നടതള്ളാൻ വേണ്ടി അല്ല കൊണ്ടുപോകുന്നത്. അവക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാ. അവളും അവളുടെ ഭർത്താവും കുടുംബവും നല്ല രീതിയിൽ ഒത്തുപോകാൻ വേണ്ടിയിട്ടാ കൊണ്ടുപോകുന്നത്. ആ ഒരു വിചാരം വേണം അവരോട് സംസാരിക്കുമ്പോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം മര്യാദയുടെ ഭാഷയിലായിരിക്കും സംസാരിക്കാന്ന്. ആ അവിടെ കിടന്ന് ഒരു വഴക്കുണ്ടാക്കാനാണെങ്കിൽ ഞാനില്ല. മോളെ മോളെ, ഭാവിയിൽ അവിടെ വഴക്കുണ്ടാവാതിരിക്കാനായി സംസാരിക്കും. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോ പോകുന്നത്. എന്നാ പിന്നെ ഇറങ്ങാം, വാ. മോളെ, രാജീവൻ നല്ലവനാ. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള അറിവുമുണ്ട്. നിന്നെ അവൻ സ്വീകരിക്കും. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണം. അത് നമ്മുടെ കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാ. വിട്ടുവീഴ്ചകളില്ലാതെ ഒരു ദാമ്പത്യവും ഇവിടെ വിജയിച്ചിട്ടില്ല മോളെ. അതെ, നിങ്ങളിങ്ങനെ പഴംപുരാണം പറഞ്ഞു നിൽക്കാനാണോ ഉദ്ദേശം? ഒന്ന് വാ. ദാ വരുന്നു. ഇറങ്ങും മോളെ. ഒരു രജിസ്റ്റർ ഉണ്ടേ. ആരായി ശാരിക? ഞാനാ. ദാ ഇതിലൊന്ന് നോക്കിട്ടെ. എന്താ എന്താ മോളെ, എന്താ അതിൽ എഴുതിയിരിക്കുന്നേ? എടി, ആരയച്ചതാ? അമ്മ, രാജീവേട്ടൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക. അയ്യോ, ഇനി രാജീവേട്ടന് വേണ്ടെന്ന്. ഇത് പിടിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. മോളെ, ഗോപാലേട്ടാ, ഗോപാലേട്ടാ, ഇനി നമ്മൾ എന്ത് ചെയ്യും?